എല്ലാ സഹപ്രവർത്തകർക്കും നമസ്കാരം. പ്രൊഫഷണൽ എന്നുള്ള നിലയിൽ ഇവിടെ നമ്മുടെ ട്രാവൻകൂർ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് വെൽഫെയർ അസോസിയേഷൻ്റെ വരവ് ചെലവുകൾ ഞാൻ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ അതിൻ്റെ നമുക്കിതിനകത്ത് മാസം 3/12/2025 കേട്ടോ. പിന്നെ ബാലൻസ് ക്യാഷ് ഓൺ ഹാൻഡ് 9,055 രൂപ. ബാങ്ക് റെസിപ്റ്റ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കൗണ്ടറിൽ കിട്ടിയ കാശ് 38,386 രൂപ. പിന്നെ ചിലവുകൾ നമ്മൾ ബാങ്ക് കേരള ബാങ്കിൽ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. അതിന് വേണ്ടി അവിടെ ആദ്യം ഇനീഷ്യലായിട്ട് 1,500 രൂപ അടച്ചു. പിന്നെ നമ്മുടെ ഒരു ഓഫീസ് തൽക്കാലം സുനിലിൻ്റെ മുറിയാണ് എടുത്തേക്കണേ. അവിടെ നമുക്ക് വന്നാൽ എല്ലാവർക്കും ഇരിക്കാനൊക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു 8 കസേര വാങ്ങിച്ചു. അതിൻ്റെ ചിലവ് 4,520 രൂപയാണ്. പിന്നെ നമ്മുടെ ഇനാഗുറേഷൻ കഴിഞ്ഞ പരിപാടിക്ക് വേണ്ടി ഫോട്ടോഗ്രാഫിയുടെ ചിലവ് 700 രൂപയാണ്. നമ്മൾ റീത്ത് വയ്ക്കാൻ ആലിസ് എന്ന് പറഞ്ഞ പോലെ 3 പേർക്ക് റീത്ത് വെച്ചു. ഒന്ന് ശ്രീരാമകൃഷ്ണന്, ഇന്ന് സുധയ്ക്ക്, ഇന്ന് നമ്മുടെ MLA ആയിരുന്ന PP തങ്കേഷ് സാറ് വിളിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും അസോസിയേഷൻ്റെ കെയർ ഓഫിൽ അവിടെ ചെന്ന് റീത്ത് വെച്ചു. അതിന് നമുക്ക് ചിലവ് 900 രൂപയാണ്. പിന്നെ നമുക്ക് ശിവദാസ് പറഞ്ഞ പോലെ നമുക്ക് ലിക്വിഡേഷൻ ഓഫീസിൽ നമ്മൾ എല്ലാവർക്കും ഒരു പൊതി, ഒരു സമ്മാനം കൊടുത്തതിന് 4,400 രൂപ. പിന്നെ പൊതി എന്ന് പറഞ്ഞാൽ സ്വീറ്റ്സിൻ്റെ ഒരേ പൊതികൾ കൊടുത്തു. പിന്നെ നമ്മൾ ഈ പ്രായമായവർക്ക് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വണ്ടി എടുത്ത് എല്ലാ പറവൂർ കൃഷ്ണൻ സാറിൻ്റെ വീട് വരെ എല്ലാവരെയും പോയി കണ്ട് അനുമോദിച്ച് അവരുടെ സ്നേഹാന്വേഷണങ്ങളും ഒക്കെ ക്ഷേമം അന്വേഷിച്ചിട്ട് വന്നതിന് നമുക്ക് വണ്ടിക്കൂലിയും ഫുഡ് എക്സ്പെൻസുകളും കൂടി 4,900 രൂപയാണ് അയക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഈ ഇടിച്ച ഹാളിന് 4,000 രൂപ നമ്മൾ അഡ്വാൻസായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് ബാങ്ക് ചാർജ് എത്ര, ഇതിൽ ക്യാഷ് ഓൺ ഹാൻഡും ക്യാഷ് ഓൺ ബാഗ് ക്യാഷ് ഹാൻഡും കൂടെ കൂടി 26,401 രൂപ ബാലൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ആ സോൺ 3/12/2025. പിന്നെ ഉള്ളൊരു ചെറിയ കാര്യം, നമ്മൾ പൂർവികന്മാരായിട്ട് നമുക്ക് നമ്മുടെ കമ്പനി വക ട്രാവൻകൂറൈൻസ് വക ഒരു ചെറുപ്പ് നടത്തി പോകുന്നതുകൊണ്ടേ ഇരിക്കുകയാണ്. അത് മുടക്കാതെ ഞാനും സുബ്രഹ്മണ്യം അങ്ങനെ നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും സംഭാവനകൾ അന്ന് സഹായിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ സുബ്രഹ്മണ്യത്തിന് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ തവണത്തെ ഈ 20-ാം തീയതി വരുന്ന നമ്മുടെ ചെറുപ്പിന് വേണ്ടി ചെലവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. അത് ഈ തവണ നമുക്ക് അമ്പലത്തിലെ 20-ാം തീയതിയിലത്തെ എല്ലാ ചെലവുകളും കമ്പനികളുടെ ചെറുപ്പിൽപ്പെട്ടതാണ്. പിന്നെ 7 മണിക്ക് പുഷ്പാഭിഷേകം അയ്യപ്പ പ്രത്യേക ഇഷ്ടമുള്ളതാണ്. അതിൽ എല്ലാവരും വന്ന് പങ്കെടുക്കണം. അയ്യപ്പൻ്റെ അനുഗ്രഹാശംസകൾ വാങ്ങണമെന്ന് പ്രത്യേക എല്ലാവരെയും ഓർമ്മിച്ചുകൊള്ളുന്നു. അത് കഴിഞ്ഞാൽ നമുക്കുള്ളത് ഗണപതി ഭഗവാൻ അപ്പം മോഡലാണ്. അത് 7:30 അപ്പം മോഡൽ കഴിഞ്ഞ് അതിൻ്റെ പ്രസാദം വാങ്ങി എല്ലാവരും അയ്യപ്പൻ്റെ അനുഗ്രഹം വാങ്ങണമെന്ന് ഒന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ. നമ്മുടെ 2ാം സംഗമത്തിൻ്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ G. ശിവകുമാർ, നമ്മുടെ ഈ സംഗമം ഉദ്ഘാടനം ചെയ്ത പ്രിയങ്കരനായ സീതാറാം സാർ, അഗസ്റ്റിൻ സാർ, ദിവാരൻ സാർ, അഖിലേഷ് സുന്ദർരാജ് ആൻഡ് റാഫേൽ സാർ, എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ ഈ സംഗമം കഴിഞ്ഞ 1-2 മാസമായി വളരെ ശ്രമഫലമായിട്ടാണ് നടത്താൻ ഉദ്ദേശിച്ചതെങ്കിലും ഒരു 60 പേരുടെ മേലെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്.
നിർഭാഗ്യവശാൽ ഒരു 40 പേരിൽ താഴെയാണ് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. പലരെയും വിളിച്ചപ്പോൾ അവർ പലരും അസുഖബാധിതരാണ്, അസൗകര്യമുള്ളവരുണ്ടായിരുന്നു. ഏതായാലും നമ്മുടെ 3ാം സംഗമം തീർച്ചയായിട്ടും ഇതിലും വിപുലീകരിക്കുന്ന രീതിയിൽ നടത്തണമെന്നാണ് ആഗ്രഹം. അതിൽ ഇരിക്കുന്നവരെല്ലാവരും സഹകരിക്കണമെന്ന് ആദ്യമായിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ്. 2021 ജൂലൈയിൽ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ പലരും സങ്കടവും ദുഃഖവും കലർന്ന മനസ്സോടുകൂടിയാണ് പോയത്. എങ്കിൽ പോലും അതിനുശേഷം പലരും നല്ല രീതിയിൽ ലയൺസ് ജീവനക്കാരെക്കാൾ ഉപരി നല്ല രീതിയിൽ വളർന്നു എന്നുള്ളതാണ് നമ്മൾ പലരെയും കാണുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ പ്രധാനമായ ഉദാഹരണമാണ് ഈ ഇരിക്കുന്ന വിഘ്നേസ്വാമിയെയും ദിവാന സാറിനെയും ഹരിസാറിനെയും ചിദാനന്ദ സാറിനെയും സുന്ദര സാറിനെയും ഒക്കെ കൊണ്ടുവന്ന നമ്മുടെ കൊച്ചുരിക്ക. അദ്ദേഹത്തിൻ്റെ അവസ്ഥയ്ക്ക് ഇന്ന് വളരെ നല്ല രീതിയിലാണ് പോണത്. ദൈവാനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ മക്കളുടെ സൗഭാഗ്യം നിസ്സാരമല്ല. അതുപോലെ പലരും ഇന്ന് ലയൺസ് ജീവനക്കാർക്കാൾ ഉപരിയുള്ള സൗകര്യത്തിലാണ് ജീവിക്കുന്നത്. സുബിയ സാറെല്ലാം ഇവിടുന്ന് മദ്രാസിൽ നിന്നാണ്. സീതാറാം സാറെല്ലാം എൻ്റെ കല്യാണത്തിലുണ്ടായിരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും കണ്ടാൽ വളരെയധികം വ്യത്യാസമുണ്ട്. എനിക്ക് വളരെ കണ്ടിട്ട് സീതാറാം സാറിനെ എനിക്ക് മനസ്സിലായില്ല. പിന്നീട് ശ്രദ്ധിച്ചപ്പോഴാണ് സീതാറാം സാറിന് മനസ്സിലായത്. ഏതായാലും അദ്ദേഹത്തെ ഞാൻ പ്രത്യേകം ക്ഷണിക്കുകയാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി എൻ്റെ മകളുടെ കല്യാണം ജനുവരി 18 ഡ്രീം ഓഡിറ്റോറിയത്തിൽ വരുന്നതിന് കുടുംബസമേതം വരെ ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആരോഗ്യ ആയുസ്സും ഉണ്ടാവട്ടെ എന്നും ഇനിയും ഇത്തരം സംഗമം നമുക്ക് സംഘടിപ്പിക്കാൻ സാധിക്കട്ടെ എന്നും ഇതിൽ വിപുലീകരിച്ച രീതിയിൽ അടുത്ത വർഷം നടത്താൻ നമുക്ക് എല്ലാവർക്കും സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാവിധ വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സദസ്സിലിരിക്കുന്ന നമ്മുടെ സഹപ്രവർത്തകർ, അതുപോലെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന സഹപ്രവർത്തകരെ, 2001 ജൂലൈ 17-ാം തീയതി നമ്മുടെ കമ്പനി ഇത് പുറത്തു പോയി. ഞാൻ കൃഷ്ണകുമാർ പ്രദീപ് ഇവരൊക്കെ പോയി ആ കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുകയും തൊഴിലാളികൾക്ക് കിട്ടാനുള്ള ആദ്യം അവരുടെ ഇൻവെന്ററി എടുക്കണം. കമ്പനിയിലുള്ള എല്ലാ കാർഡ്സുകളും ലിക്വിഡേറ്ററുടെ ഓഫീസിലേക്ക് മാറ്റി അവിടെ അത് അടക്കി അവർക്കത് ഇൻസ്പെക്ഷൻ ചെയ്യാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ കൃഷ്ണകുമാർ പോയി ചെയ്തു. വീണ്ടും തൊഴിലാളികളുടെ കാര്യങ്ങൾക്ക് വേണ്ടി അവർക്ക് കാര്യങ്ങൾക്ക് വേണ്ടി മാക്സിമം തൊഴിലാളികൾക്ക് കിട്ടാനുള്ള അനുകൂലം മേടിച്ചു കൊടുക്കാനായിട്ട് ഞങ്ങളെ കഴിയുന്ന എല്ലാ പരിശ്രമങ്ങളും നടത്തി നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയോ. ഇനി കുറച്ച് പേർക്ക് കൂടെ കിട്ടാനുണ്ട്. നമ്മൾ ലാസ്റ്റ് കൊടുത്ത ഒരു 10-60 ആൾ തൊഴിലാളികൾക്ക് ഫസ്റ്റ് ബാച്ചിന് കൊടുത്ത, രണ്ടാമത്തെ ബാച്ച് കൊടുത്ത ഒരു 10-60 തൊഴിലാളികൾക്ക് ഇപ്പോൾ അവിടെ അതിൻ്റെ പ്രോസസ്സിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇപ്പോൾ ഒരു കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചപ്പോൾ ഞങ്ങൾ പോയി സംസാരിച്ചപ്പോൾ ഒരു മാസത്തിനുള്ളിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തി പൈസ ഡിസ്പേഴ്സ് ചെയ്യാൻ സാധിക്കുന്നതാണ് ലിക്വിഡേറ്റർ ഓഫീസിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ തന്നെ കുറച്ച് പേർക്കൊക്കെ രണ്ടാമത്തെ ബാച്ച് കൊടുത്തവർക്ക് കിട്ടാനുണ്ട്. ഒരു ഈ മാസം അവസാനത്തോടു കൂടി അതെല്ലാവർക്കും കിട്ടും. അതിനുള്ള നടപടികൾ അവിടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ഹൈക്കോടതിയുടെ അനുവാദത്തോടു കൂടിയാണല്ലോ ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ ഹൈക്കോടതിയുടെ അനുവാദത്തിന് വേണ്ടി അത് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ അത് ഡിസ്പേഴ്സ് ആവും. പിന്നെ ഇനി കുറെ ആളുകളൊക്കെ ഇതുപോലെ തന്നെ നമ്മുടെ തൊഴിലാളികൾ ഈ ആനുകൂല്യങ്ങൾ കിട്ടാനുള്ള ആളുകളുണ്ട്, കൊടുക്കാനുണ്ട്, കുറെ പേരൊക്കെ ഉണ്ട്. ഞാൻ ഒരുപാട് നമ്മുടെ ഈ കൂട്ടായ്മയുടെ ഫലമായിട്ടും എൻ്റെ വ്യക്തിപരമായ രീതിയിൽ ഞാൻ മിക്കവാറും തന്നെ നമ്മൾക്ക് ഈ കൊടുക്കാത്ത ആളുകളൊക്കെ വിളിച്ച് എന്താണ് കൊടുക്കാത്ത ആരെങ്കിലും അസൗകര്യം ഉണ്ടായിട്ടാണോ അല്ലെങ്കിൽ കൊടുക്കാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. കുറെ കാര്യങ്ങൾ കൊടുക്കാനുണ്ട്. അതൊക്കെ അവര് തൊഴിലാളികൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കാനായിട്ട് റെഗുലേറ്റർ ഓഫീസേഴ്സാണ്. ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ വീണ്ടും അപേക്ഷ കൊടുക്കാം. അപേക്ഷ കൊടുക്കാനുള്ള സമയമൊന്നും അതിക്രമിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ ഹൈക്കോടതിയിൽ ഒരു പ്രത്യേക പെർമിഷനോട് കൂടി മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഡിലേ കൺഫർമേഷൻ മേടിക്കണം. ഈ മദ്രാസിലുള്ള കുറെ പേരുണ്ട്. ഞാൻ എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. ഞങ്ങൾക്കൊക്കെ പ്രായാധിക്യം കൊണ്ട് അസുഖം കൊണ്ടൊക്കെ ഇവിടെ വന്നത് കൊടുക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെയാണ്, കൊടുക്കാതിരിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആരെങ്കിലും സൗകര്യം ഉള്ളവർ ആരെങ്കിലും കൊടുക്കാനുള്ളവർക്ക് കൊടുക്കാം. അതാണ് ഇപ്പൊ എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ കൂട്ടായ്മയിൽ ഇപ്പൊ ഇവിടെ വന്ന് പങ്കെടുത്ത എല്ലാവർക്കും എല്ലാ ആളുകളെയും ഞാൻ ഈ പെരുമ്പാവൂർ പരിസരത്തുള്ള ആളുകളെ എല്ലാം മിക്കപ്പോഴും കാണാറുണ്ട്. എല്ലാവരുമായിട്ട് ബന്ധപ്പെടാറുണ്ട്. ഫോണിൽ ബന്ധപ്പെടാൻ എൻ്റെ അടുത്തും അവർ പല കാര്യങ്ങളും ബന്ധപ്പെടാറുണ്ട്. എല്ലാവർക്കും എന്താവശ്യങ്ങളുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെട്ടാൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്നതാണെന്നുള്ളത്
അറിയിക്കുകയാണ്. എല്ലാവരെയും ഇവിടെ വന്ന് കാണാൻ സാധിച്ച വളരെ സന്തോഷമുണ്ട്. ഇതാണ് എനിക്ക് പറയുന്നത്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ മെയിനായിട്ട് ഇവിടെ വന്നത് ഈ ട്രിവാൻഡ്രം കാരണമാണ് ഞാൻ ഇത്രയും നന്നായിട്ട് ഉയർന്നു വന്നത്. ഇവിടുത്തെ അനുഭവം അല്പം കൊണ്ടാണ് എനിക്ക് നല്ല രീതിയിൽ ഇരിക്കുകയാണ്. എൻ്റെ കുടുംബം എല്ലാം നല്ല ഇരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരെയും കാണണം, എല്ലാവരോടും സംസാരിച്ചുകൊണ്ട് വന്നിട്ടാണ് കാണിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. എല്ലാവർക്കും എല്ലാ ആശംസകളും ഞാൻ ചോദിച്ചു. ആദ്യമായി നന്ദി പറയേണ്ടത് ഇവിടെ ഇരിക്കുന്ന അധ്യക്ഷവേദിയിലിരിക്കുന്ന നമ്മുടെ സുനിൽ, ജോയി, ശിവദാസ് ഇവരാണ്, പിന്നെ ഗോവി സാറ്, ഇവരൊക്കെ കൂടിയാണ് നമുക്കിങ്ങനെയുള്ള ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചത്. അതുകൊണ്ട് എല്ലാവരെയും കാണാനുള്ള ഒരു അവസരം കിട്ടി. പിന്നെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ പേര് നിങ്ങൾക്കറിയാം, വീണ്ടും ഞാൻ പറയേണ്ടത് ആവർത്തന വിരസതയാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നല്ല കാലഘട്ടമായിരുന്നു ട്രാവൺ ക്രയോൺസ് ജീവിതം. 12 വർഷം ജോലി ചെയ്തെങ്കിലും അത് കഴിഞ്ഞ് പ്രവാസിയായി. പക്ഷേ ആ 12 വർഷത്തെ കാലം ഞാൻ റയോൺസിൽ ജോലി ചെയ്താണ് ഇന്നും എൻ്റെ മനസ്സിൽ ഓർമ്മ നിൽക്കുന്നത്. കാര്യം സാമ്പത്തികമായിട്ട് കുറച്ച് ഗുണം വിദേശമായി കിട്ടിയെങ്കിലും മനസ്സന്തോഷം കിട്ടിയത് ട്രാവൺ റയോൺസാണ്. എന്നെ പല കാര്യങ്ങളും പഠിപ്പിച്ചു, ജോലിയിലായാലും ശരി. ഏറ്റവും ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് ട്രാവൺസിലെ ഫുഡാണ്. 40 പൈസക്കുള്ള ഊണ്, എന്ത് ടേസ്റ്റി മീൽസാണ്. നമ്മൾ സ്റ്റാർ ഹോട്ടലിൽ പോലും ഇത്ര നല്ലൊരു ഫുഡ് കിട്ടില്ല. പക്ഷേ പിന്നീട് ആണ് നമ്മളതിൻ്റെയൊക്കെ മഹത്വം മനസ്സിലാക്കിയത്. ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും നന്മ നടന്നുകൊണ്ട് എല്ലാവർക്കും അഡ്വാൻസ് വിഷസ് 2026 എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, ഞാൻ 4 വരി പാട്ട് പാടിയാലോ? ഓക്കേണോ? അല്ലിയാമ്പൽ കടവിലെന്നരയ്ക്കു വെള്ളം വന്നു, നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കും വെള്ളം. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കും വെള്ളം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ബഹുമാന്യരായ എൻ്റെ വേദിയിൽ ഉപദിഷ്ടരായിരിക്കുന്ന മാന്യ വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, ഞാനിവിടെ വന്ന് ഏതായാലും ഇങ്ങനൊരു സംഘടന ഉണ്ടാക്കി നമ്മുടെ 2ാം കൊല്ലം ആദ്യത്തെ കൊല്ലം വരണമെന്നുണ്ടായിരുന്നു. അന്ന് വരാൻ സാധിച്ചതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. അന്ന് മറ്റൊന്നുമല്ല, എൻ്റെ 80ാം ബർത്ത്ഡേ ആയിരുന്നു അന്ന്. മക്കളൊക്കെ കൂടിയ സമയമായതുകൊണ്ട് ഇന്ന് പങ്കെടുക്കാൻ സാധിച്ചില്ല. ഇന്ന് അറിഞ്ഞോളം തന്നെ വരാൻ സാധിച്ചു. ഇങ്ങനൊരു സംഘടന ഉണ്ടാക്കിയതിൽ സന്തോഷമുണ്ട്. എല്ലാവരുടെയും ആയതിന് നന്ദി പറയുന്നു. കൂടാതെ എന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ പറയാനില്ല. എൻ്റെ പേര് രാമചന്ദ്രൻ. എനിക്ക് വയസ്സ് 81 ഞാൻ ഇപ്പം ജീവിതം വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. 3 മക്കളുണ്ട്. 3 മക്കൾക്ക് ജോലിയുണ്ട്. അവർ എല്ലാം വിവാഹിതരായി. അവർക്ക് 3 പേർക്കും കൂടി 6 കൊച്ചുമക്കളുണ്ട്. അവരൊക്കെ പഠിച്ച് ജോലി ആയി വരുന്നു കൊച്ചുമക്കൾ. ഇതൊക്കെയാണ് സ്ഥിതി. വലിയ തെറ്റില്ലാതെ കുടുംബജീവിതം ഭദ്രമായിട്ട് പോകുന്നുണ്ട്. അതിൽ എല്ലാവരും സന്തോഷമുണ്ട്. ഇങ്ങനെ എല്ലാവരും വന്ന് കാണാനും ഈ പരിപാടിയിൽ പങ്കെടുക്കാനും നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നതും എല്ലാം കൊണ്ട് സന്തോഷമാണ്. നമ്മുടെ സ്റ്റാഫ്, നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ ഇവിടെയുണ്ട്. അവരെയൊക്കെ സ്നേഹപുരസ്സരം നന്ദി. ആദ്യമായിട്ട് കാണാനും സാധിച്ചതിനും നന്ദിയുണ്ട് എല്ലാവരോടെയും. ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്നവർ കൂടുതൽ പേർക്കും എന്നെ അറിയാം. എൻ്റെ പേര് പ്രകാശ്. ഞാൻ അക്കൗണ്ട്സിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ടൈം ഓഫീസിലായിരുന്നു. 95 കമ്പനിയിൽ നിന്ന് പോയി. ഇപ്പോൾ വിദേശത്താണ്, ഇപ്പോഴും ജോലി ചെയ്യുന്നു. ഇന്നെനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു കാര്യം, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം സീതാരാമൻ സാറ് കണ്ട വഴി തന്നെ എന്നെ പേര് വിളിച്ചിട്ട്
ചോദിച്ചു വിവരങ്ങൾ. അതെനിക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു. കാരണം അദ്ദേഹമായിട്ട് എനിക്ക് അധികം ഇൻട്രാക്ഷനായിട്ട് ഉണ്ടായിരുന്നിട്ടില്ല. കാര്യം ആദ്യം ഞാൻ കൗൺസിലുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ടൈം കൗൺസിലെങ്കിലും എന്നാലും ഓർത്തിരിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതേമാതിരി ഇവിടെ ഇരിക്കുന്ന പലരും കഴിഞ്ഞ തവണ കണ്ട പല മുഖങ്ങളല്ല ഈ തവണ ഉള്ളത്. കഴിഞ്ഞ തവണ വന്ന പലരും ഇവിടെ വന്നിട്ടില്ല. അത് പക്ഷേ അതിന് പകരം പുതിയതായിട്ട് ഇത്രയും പേരുണ്ട്. വളരെ സന്തോഷം. ഞാനിപ്പോൾ താമസിക്കുന്നത് ഐരാപുരത്താണ്. എൻ്റെ വീട് പെരുമ്പാവൂരായിരുന്നു. പിന്നെ കുട്ടികൾ 2 പേരുണ്ട്. ഒരാൾ മസ്കറ്റിൽ ജോലി ചെയ്യുന്നു, ഒരാൾ ബാംഗ്ലൂർ ഡെലോയിറ്റിലാണ്. കൂടുതലായിട്ട് പറയാനില്ല. ഇന്ന് എനിക്കൊരു വളരെ സന്തോഷമുള്ള ദിവസമാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 33 വർഷമായി. ഇന്ന് മാരേജ് ആനിവേഴ്സറിയാണ്. അതിൻ്റെ ആഘോഷങ്ങൾ മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. കാരണം എനിക്ക് നിങ്ങളുടെ ഒപ്പം കുറച്ച് സമയം ചിലവാക്കുക എന്നുള്ളത് അതിലും കുറച്ച് സന്തോഷമുള്ള കാര്യമായതുകൊണ്ടാണ് ഞാൻ വന്നത്. എല്ലാവരും വീണ്ടും കാണാമെന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ തൽക്കാലം നിർത്തുന്നു. നമസ്കാരം.